പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ പശ്ചിമദിക്കിലേക്കോ പൂർവ്വദിക്കിലേക്കോ മുഖം തിരിക്കുക എന്നതല്ല പുണ്യം. പിന്നെയോ മനുഷ്യൻ അല്ലാഹുവിലും അന്ത്യനാളിലും മലക്കുകളിലും വേദത്തിലും പ്രവാചകന്മാരിലും ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അല്ലാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ തൻ്റെ പ്രിയപ്പെട്ട ധനം ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും യാത്രക്കാർക്കും സഹായം അർത്ഥിക്കുന്നവർക്കും അടിമകളെ മോചിപ്പിക്കുന്നതിനും ചെലവഴിക്കുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും പുണ്യം. അതാകുന്നു പുണ്യം. കരാർ ചെയ്താൽ അത് പാലിക്കുകയും പ്രതിസന്ധികളിലും വിപത്തുകളിലും സത്യസംഘട്ടന വേളയിലും സഹനം അവലംബിക്കുകയും ചെയ്യുന്നതല്ലോ അവരല്ലോ പുണ്യവാന്മാർ. അവരാകുന്നു സത്യവാന്മാർ. അവർ തന്നെയാകുന്നു ഭക്തന്മാരും. ഓ വിശ്വാസികളെ, നിങ്ങൾക്കായി കൊലക്കേസുകളിൽ പ്രതിക്രിയാ നിയമം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വതന്ത്രനായ മനുഷ്യൻ കൊലക്കുറ്റം ചെയ്താൽ ആ സ്വതന്ത്രനോട് തന്നെ പ്രതിക്രിയ ചെയ്യേണ്ടതാകുന്നു. അടിമയാണ് ഘാതകനെങ്കിൽ ആ അടിമ തന്നെ കൊല്ലപ്പെടേണ്ടതാകുന്നു. സ്ത്രീയാണ് ഈ പാതകം ചെയ്യുന്നതെങ്കിൽ ആ സ്ത്രീയോട് തന്നെ പ്രതിക്രിയ ചെയ്യണം. എന്നാൽ ഒരു കൊലയാളിയോട് അയാളുടെ സഹോദരൻ വല്ല ദയയും കാണിക്കാൻ സന്നദ്ധനായാൽ അപ്പോൾ ന്യായമായ നഷ്ടപരിഹാരത്തിന്മേൽ ഒത്തുതീരേണ്ടതാകുന്നു. കൊലയാളി നല്ല നിലയിൽ അനിഷ്ടപരിഹാരം നൽകേണ്ടതുമാകുന്നു. നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള ഒരു ഇളവും അനുഗ്രഹവുമാണിത്. എന്നിട്ടും വല്ലവനും അതിക്രമം കാണിക്കുകയാണെങ്കിൽ അവന് നോവുന്ന ശിക്ഷയുണ്ട്. ബുദ്ധിയും ബോധവുമുള്ളവരെ, പ്രതിക്രിയാ നിയമത്തിൽ നിങ്ങൾക്ക് ജീവിതമാണുള്ളത്. ഈ നിയമത്തിൻ്റെ ലംഘനം നിങ്ങൾ സൂക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ. നിങ്ങളിൽ ഒരുവന് മരണമടുത്താൽ അവൻ ധനം ശേഷിപ്പിക്കുന്നുവെങ്കിൽ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ന്യായമായ രീതിയിൽ വസിയത്ത് ചെയ്യുക നിങ്ങളുടെ പേരിൽ നിർബന്ധമാക്കിയിരിക്കുന്നു. ഭക്തന്മാർക്ക് ഇതൊരു ബാധ്യതയാകുന്നു. ഇനി വല്ലവരും വസിയത്ത് ശ്രവിച്ചിട്ട് പിന്നീട് അതിനെ മാറ്റിമറിച്ചവരിൽ മാത്രമാകുന്നു അതിൻ്റെ കുറ്റം. അല്ലാഹു സർവ്വവും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. വസിയത്ത് ചെയ്യാൻ അറിഞ്ഞോ അറിയാതെയോ അവകാശഹനനം നടത്തിയിട്ടുണ്ടെന്ന് വല്ലവനും ആശങ്കിക്കുകയും അവൻ ബന്ധപ്പെട്ട കക്ഷികൾക്കിടയിൽ ഒത്തുതീർപ്പുണ്ടാക്കുകയും ചെയ്താൽ അവരിൽ തെറ്റൊന്നുമില്ല. അല്ലാഹു മാപ്പേകുന്നവനും കരുണാവാരിധിയുമല്ലോ. ഓ വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരുടെ അനുയായികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അതുവഴി നിങ്ങളിൽ ഭക്തിയുടെ ഗുണങ്ങൾ വളർന്നേക്കാം. വ്രതാനുഷ്ഠാനം ചില നിശ്ചിത ദിവസങ്ങളിലാകുന്നു. നിങ്ങളിൽ ആരെങ്കിലും രോഗിയോ യാത്രക്കാരോ ആയിരുന്നാൽ അവൻ മറ്റു ദിവസങ്ങളിൽ അത്രയും എണ്ണം തികയ്ക്കട്ടെ. വ്രതമനുഷ്ഠിക്കാൻ കഴിവുള്ളവർ എന്നിട്ടും അതനുഷ്ഠിക്കുന്നില്ലെങ്കിൽ പ്രായശ്ചിത്തം നൽകേണ്ടതാകുന്നു. ഒരഗതിക്ക് അന്നം നൽകലാണ് ഒരു വ്രതത്തിൻ്റെ പ്രായശ്ചിത്തം. ആരെങ്കിലും സ്വമേധയാ കൂടുതൽ നന്മ ചെയ്താൽ അതവന് നല്ലത്. എന്നാൽ വ്രതമനുഷ്ഠിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഏറെ ഉത്കൃഷ്ടമായിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ. മനുഷ്യർക്കാകമാനം മാർഗദർശകമായും സത്യാസത്യങ്ങളെ വിവേചിക്കുന്നതും സന്മാർഗം കാണിച്ചു തരുന്നതുമായ സുവ്യക്ത നിർദ്ദേശങ്ങളായും ഖുർആൻ അവതരിച്ച മാസമാകുന്നു റമളാൻ. അതിനാൽ ഇനി മുതൽ നിങ്ങളിൽ ആർ ആ മാസം ദർശിക്കുന്നുവോ അവൻ ആ മാസം മുഴുവൻ വ്രതമനുഷ്ഠിക്കേണ്ടത് നിർബന്ധമാകുന്നു. രോഗിയോ യാത്രക്കാരനോ ആയവൻ മറ്റു നാളുകളിൽ നോമ്പെണ്ണം തികയ്ക്കട്ടെ. അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഇച്ഛിക്കുന്നത്, ഞെരുക്കം ഇച്ഛിക്കുന്നില്ല. നിങ്ങൾക്ക് നോമ്പിൻ്റെ എണ്ണം തികയ്ക്കാൻ സാധിക്കുന്നതിനും അല്ലാഹു നിങ്ങളെ സന്മാർഗം നൽകി ആദരിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ അവൻ്റെ മഹത്വം അംഗീകരിച്ചു പ്രകീർത്തിക്കുന്നതിനും അവനോട് കൃതജ്ഞതയുള്ളവനായിരിക്കുന്നതിനും വേണ്ടിയാണത്രേ അവൻ ഈ രീതി നിർദ്ദേശിച്ചിരുന്നത്. ഓ പ്രവാചകരെ, എൻ്റെ അടിമകൾ താങ്കളോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഞാൻ അവരുടെ ചാരത്തു തന്നെയുണ്ട്, അടുത്തു തന്നെയുണ്ട്. വിളിക്കുന്നവൻ എന്നെ വിളിച്ചാൽ ആ വിളി കേട്ട് ഞാൻ ഉത്തരം നൽകുന്നു. അതിനാൽ അവൻ എൻ്റെ വിളിക്ക് ഉത്തരം നൽകട്ടെ, എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ.
താങ്കൾ ഇതെല്ലാം അവരെ കേൾപ്പിക്കുക. അവർ സന്മാർഗം ഗ്രഹിച്ചെങ്കിലോ മനസ്സിലാക്കിയെങ്കിലോ. വ്രതകാലത്തെ രാവുകളിൽ നിങ്ങൾക്ക് സ്വപത്നിമാരെ പ്രാപിക്കുന്നത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അവർ നിങ്ങൾക്ക് വസ്ത്രമാകുന്നു, നിങ്ങൾ അവർക്കും വസ്ത്രമാകുന്നു. നിങ്ങൾ ഗോപ്യമായി സ്വയം വഞ്ചിക്കുകയായിരുന്നുവെന്ന് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവൻ നിങ്ങളുടെ തെറ്റിന് മാപ്പ് നൽകുകയും നിങ്ങളോട് ക്ഷമിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾ ഭാര്യമാരോടൊപ്പം രാപ്പാർത്തുകൊള്ളുക. അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സുഖം തേടുകയും ചെയ്യുക. അപ്രകാരം തന്നെ രാവിൻ്റെ കൃഷ്ണരേഖകളിൽ നിന്ന് പ്രഭാതത്തിൻ്റെ രജതരേഖകൾ തെളിഞ്ഞു കാണുന്നതുവരെ നിങ്ങൾക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. പിന്നെ അതെല്ലാം വർജിച്ച് രാവ് വരെ നിങ്ങൾ വ്രതം പാലിക്കുക. നിങ്ങൾ പള്ളികളിൽ വചനമിരിക്കുമ്പോൾ ഭാര്യ സംസർഗമരുത്. അവ അള്ളാഹു നിശ്ചയിച്ച പരിധികളാകുന്നു. നിങ്ങൾ അവയോടൊത്ത് പോകാതിരിക്കുക. ഇவ்விധമാണ് അള്ളാഹു അവൻ്റെ വിധി ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്നത്. അവർ തെറ്റായ കർമ്മമാർഗങ്ങളിൽ നിന്ന് സംരക്ഷിതമാകേണ്ടതിനാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങളുടെ ധനം നിങ്ങൾ അന്യായമായി ഭക്ഷിക്കാതിരിക്കുക. മനഃപൂർവ്വം തെറ്റായ മാർഗത്തിലൂടെ അന്യരുടെ ധനത്തിൽ നിന്നൊരു ഭാഗം അനുഭവിക്കുന്നതിനു വേണ്ടി നിങ്ങൾ അതുമായി ഭരണാധികാരികളെ സമീപിക്കുകയും അരുത്. പ്രവാചകന്മാരെ, ജനങ്ങൾ താങ്കളോട് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയ സ്വഭാവങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. പറയുക, അത് മനുഷ്യർക്ക് തീയതികൾ തിട്ടപ്പെടുത്തുന്നതിനും ഹജ്ജിനുമുള്ള അടയാളങ്ങളാകുന്നു. നിങ്ങൾ സ്വഭവനങ്ങളിൽ പിൻവശത്തിലൂടെ പ്രവേശിക്കുന്നത് ഒരു പുണ്യകർമ്മമൊന്നുമല്ലെന്നും അവരോട് പറയുക. മനുഷ്യൻ അള്ളാഹുവിൻ്റെ അപ്രീതിയിൽ നിന്ന് മുക്തി നേടുക എന്നതല്ലോ യഥാർത്ഥ പുണ്യം. അതിനാൽ ഭവനങ്ങളിലേക്ക് മുൻവാതിലുകളിലൂടെ തന്നെ വന്നുകൊള്ളുക. അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുക. എങ്കിൽ നിങ്ങൾ വിജയം വരിച്ചേക്കാം. നിങ്ങളോട് സമരം ചെയ്യുന്നവരോട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യുക. എന്നാൽ അതിക്രമം പ്രവർത്തിച്ചുകൂടാ. എന്തെന്നാൽ അതിക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ അവരുമായി ഏറ്റുമുട്ടുന്നത് എവിടെ വെച്ചായാലും അവരോട് പൊരുതിക്കൊള്ളുക. അവർ നിങ്ങളെ നിഷ്കാസനം ചെയ്തത് എവിടെ നിന്നാണോ അവിടെ നിന്ന് നിങ്ങൾ അവരെയും നിഷ്കാസനം ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ വധം ദുഷ്ടമാണെങ്കിൽ ഫിത്ന അതിലേറെ ദുഷ്ടതമാകുന്നു. അവൻ നിങ്ങളോട് പടവെട്ടാതിരിക്കുന്നിടത്തോളം കാലം മസ്ജിദുൽ ഹറമിനടുത്ത് വെച്ച് തന്നെ നിങ്ങൾ അവരോടും പടവെട്ടരുത്. പക്ഷേ അവിടെ വെച്ചും നിങ്ങളോട് യുദ്ധം ചെയ്യാൻ അവർ മടിക്കുന്നില്ലെങ്കിലോ നിസ്സങ്കോചം നിങ്ങളവരെ നേരിട്ട് കൊള്ളുക. ഇതുതന്നെയാകുന്നു അത്തരം നിഷേധികൾക്കുള്ള ശിക്ഷ. എന്നാൽ അവർ വിരമിക്കുന്നുവെങ്കിലോ അറിയുക, അള്ളാഹു മാപ്പരുളുന്നവനും കരുണാനിധിയുമാകുന്നു. ഫിത്ന ശേഷിക്കാതിരിക്കുകയും ദീൻ അള്ളാഹുവിനായി തീരുകയും ചെയ്യുവോളം നിങ്ങൾ അവരോട് സമരം ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഇവർ വിരമിക്കുന്നുവെങ്കിലോ മനസ്സിലാക്കിക്കൊള്ളുക, അക്രമികളോടല്ലാതെ ആരോടും കയ്യേറ്റം ഹിതകരമല്ല. പവിത്രമാസത്തിനു പകരം പവിത്രമാസം തന്നെ ആദരണീയതകളെല്ലാം തുല്യമായി പരിഗണിക്കപ്പെടുന്നതാകുന്നു. അതിനാൽ ആർ നിങ്ങളെ ആക്രമിക്കുന്നുവോ അതേ പ്രകാരം നിങ്ങൾ അവരെയും ആക്രമിച്ചു കൊള്ളുക. എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായിരിക്കണം. അള്ളാഹു അവൻ്റെ പരിധികൾ ലംഘിക്കാതെ സൂക്ഷിക്കുന്നവരോടൊപ്പം തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുവിൻ. അള്ളാഹുവിൻ്റെ സ്മരണയിൽ ചെലവഴിക്കുവിൻ. നിങ്ങൾ സ്വന്തം കരങ്ങളാൽ തന്നെ നിങ്ങളെ ആപത്തിൽ ചാടിക്കാതിരിക്കുവിൻ. നന്മയുടെ മാർഗം അവലംബിക്കുവിൻ. നന്മ ചെയ്യുന്നവരെയാണല്ലോ അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. ദൈവപ്രീതിക്കായി ഹജ്ജും ഉംറയും ഉദ്ദേശിച്ചാൽ അത് നിറവേറ്റുക. എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ഉപരോധിക്കപ്പെട്ടാൽ അപ്പോൾ സാധ്യമായി ബലി നിർവഹിക്കുക. ബലിമൃഗം അതിൻ്റെ സ്ഥാനത്ത് എത്തിച്ചേരുന്നതുവരെ നിങ്ങൾ ശിരസ് മുണ്ഡനം ചെയ്യരുത്. ഇനി ഒരാൾക്ക് രോഗം മൂലമോ ശിരസിൽ പീഡനമുണ്ടായതുകൊണ്ടോ മുണ്ഡനം ചെയ്യേണ്ടി വന്നാൽ അയാൾ പ്രായശ്ചിത്തമായി വ്രതമനുഷ്ഠിക്കുകയും ധർമ്മം ചെയ്യുകയോ ബലിയെറുക്കുകയോ ചെയ്യേണ്ടതാകുന്നു. പിന്നീട് നിങ്ങൾക്ക് സുരക്ഷിതത്വം ലഭിച്ചാൽ നിങ്ങൾ ഹജ്ജ് ദിവസങ്ങൾക്ക് മുമ്പ് മക്കയിലെത്തുകയും ചെയ്താൽ ആരെങ്കിലും ഉംറ ചെയ്ത് ഹജ്ജ് കാലം വരെ സൗകര്യം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവൻ സാധ്യമായി ബലി നൽകട്ടെ. ബലി സാധ്യതയില്ലെങ്കിലോ അപ്പോൾ 3 എണ്ണം ഹജ്ജ് വേളയിലും 7 എണ്ണം വീട്ടിൽ തിരിച്ചെത്തിയ ശേഷവുമായി 10 നോമ്പുകൾ തികച്ചനുഷ്ഠിക്കേണ്ടതാകുന്നു. മസ്ജിദുൽ ഹറമിൻ്റെ സമീപവാസികളല്ലാത്തവർക്കാണ് ഈ ആനുകൂല്യം. അള്ളാഹുവിൻ്റെ ഈ നിയമങ്ങൾ ലംഘിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുക.
അറിവിൻ അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.